സൺഡേ അല്ലേ നമുക്ക് ഇന്ന് അൽഫാം മന്തി ഉണ്ടാക്കിയെങ്കിൽ അപ്പോൾ പുതിനയില മല്ലിയില മുളക് പിന്നെ ചിക്കൻ ക്യൂബ്സ് ഉള്ളി തക്കാളി കുരുമുളക് പൊടി മുളക് പൊടി പിന്നെ ഗരം മസാലപ്പൊടി കുറച്ച് ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ സിർക്ക ഇത്ര ഒഴിച്ചിട്ട് നമുക്ക് ഒരു പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക. അതിന് ശേഷം ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 3-4 മണിക്കൂർ വെച്ചിട്ട് അതൊന്ന് സെറ്റാകാൻ വെക്കാം. അതിന് ശേഷം നമുക്ക് റൈസ് ഉണ്ടാക്കാം. റൈസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാത്രത്തിൽ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് പട്ട ഗ്രാമ്പൂ ഏലക്ക മല്ലി ഇത്ര ഇട്ടിട്ട് അതൊന്ന് റോസ്റ്റ് ആയി വരുമ്പോൾ അതിലേക്ക് ഒരു ഉള്ളി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതൊന്ന് അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് 4 പച്ചമുളകും ഒരു കഷ്ണം ക്യാപ്സിക്കം ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അതിന് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് ചിക്കൻ ക്യൂബ്സ് ഒരു പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ക്യൂബ് പീസ് ഇട്ടിട്ട് മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് ഒരു തക്കാളീൻ്റെ ജ്യൂസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജ്യൂസ് ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് അതിൻ്റെ ഒരു തക്കാളീൻ്റെ പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുത്ത് അതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് മന്തി മസാല ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അതിന് ശേഷം ഒരു കപ്പ് അരി കുതിരാൻ വെച്ച് 1 മണിക്കൂർ കുതിരാൻ വെച്ചിട്ട് അതിന് വെള്ളം ഊറ്റിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചിട്ട് ആ സമയത്ത് തന്നെ നമുക്ക് ചിക്കനും ഫ്രൈ ചെയ്തെടുക്കണം. ഇനി വേവിച്ച ചോറിൻ്റെ മുകളിലേക്ക് ഈ ചിക്കൻ ഇട്ടിട്ട് ഒന്ന് ദം ചെയ്തെടുക്കണം. അപ്പോൾ സ്മോക്ക് ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചാർക്കോൾ കത്തിച്ചിട്ട് ഓയിൽ ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് 10 മിനിറ്റ് മൂടി വെക്കണം. അപ്പോൾ നമുക്ക് ആ ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നല്ല അൽഫാം മന്തീൻ്റെ ആ ഒരു ടേസ്റ്റും ആ ഒരു ഫ്ലേവറും ഉണ്ടാവും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അൽഫാം മന്തി റെഡി. മസ്റ്റ് ട്രൈ.